കാര്യം കർത്താവ് ആരാണെന്ന് അറിയണ്ടേ. ഇതിൻ്റെ അകത്തുള്ളാകുന്ന കാഷ്വാലിറ്റി എല്ലാം ഫേസ് ചെയ്യാൻ എന്താ സഹായിക്കണം നമ്മളെ? പത്രോസിനെ സഹായിച്ചത് എന്താണ്? പത്രോസ് പറഞ്ഞ്, കർത്താവ് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? 6:69 യോഹന്നാൻ്റെ സുവിശേഷം. നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ ഓപ്ഷനില്ല നമുക്ക്. അപ്പം കർത്താവല്ലാതെ വേറെ ഓപ്ഷനില്ല എന്നുള്ളത് ബൈബിൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന രക്ഷാമന്ത്രമാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം. ആ സാധനം എപ്പോഴും വർക്കൗട്ട് ചെയ്യും. മറ്റൊരു ഓപ്ഷൻ വെക്കണം എങ്ങനെയാണെന്നറിയാവോ? നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ അപകടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ 6-ാം പ്രമാണത്തിലും 5-ാം പ്രമാണത്തിലും ഒന്നുമല്ല, 1-ാം പ്രമാണത്തിലാണ്. കാര്യം നമ്മൾക്ക് എപ്പോഴും അതിശക്തമായ പ്രലോഭനം. ഇപ്പം നിങ്ങൾ പറയും ഞങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് പോണില്ല, ഞങ്ങൾ അന്യദേവനെ ആരാധിക്കണില്ല. ബട്ട് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രാർത്ഥന താമസിച്ചാൽ മതി, 1-ാം പ്രമാണം ലംഘനമാകും. പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന സന്ധ്യപ്രാർത്ഥന താമസിച്ചാൽ നടന്നില്ലെങ്കിലും അതെല്ലാം 1-ാം പ്രമാണ ലംഘനമാണ്. അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ എന്താ കാര്യം? വേറെ ഓപ്ഷൻ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം നമുക്ക് വന്നിരിക്കുന്നു. കുടുംബത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ വിഷയം നമുക്ക് വന്നിരിക്കുന്നു. അപ്പം നിൻ്റെ കർത്താവ് ദൈവം ചിലപ്പോൾ നീ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുവോ വ്യക്തിയോ ആയിരിക്കാം. ശിക്ഷ വന്നു. ഏറ്റവും തകർച്ച കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന കൗണ്ട് ചെയ്യണ രീതികൾ അറിയണം നിങ്ങൾ. അത് ചുമ്മാ ചട്ടപ്പടി സമ്പ്രദായമല്ല, അത് 1-ാം പ്രമാണമാണത്. ഒരു എവിടെയെങ്കിലും നിൻ്റെ പ്രാർത്ഥന മിസ്സായി അല്ലെങ്കിൽ കുർബാന മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കുർബാനയേക്കാൾ പ്രാധാന്യമുള്ള എന്തോ സംഭവം വന്നു. പണ്ടൊരു മനുഷ്യൻ ഇവിടെ കരഞ്ഞുകൊണ്ട് വന്ന്, അയാൾ പണ്ട് എൻ്റെ പള്ളി കൈക്കാരനായിരുന്നു. അപ്പോൾ അയാളോടൊരു ദിവസം ഞാൻ പള്ളിയിൽ ഇരിക്കണ കാലത്ത് ഞാൻ ഞായറാഴ്ച എനിക്കധികം വീട്ടുകാരില്ല, ഞാൻ 300 വീട്ടുകാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പള്ളി നിന്ന് കഴിഞ്ഞാൽ ആര് വന്നെന്നൊക്കെ എനിക്കറിയാൻ പറ്റും. ഞാനെപ്പോഴെങ്കിലും നോക്കിക്കൊണ്ട് എനിക്കത്തോളം എപ്പോഴും. അപ്പോൾ ആൾ മിസ്സായി എനിക്കറിയാം. അപ്പോൾ ഞാനൊരു ദിവസം ഈ കൈക്കാരനെ കാണാഞ്ഞപ്പം പെട്ടെന്ന് മനസ്സിലായി. ഞാൻ കൈക്കാരനോട് ചോദിച്ചു, കൈക്കാരാ കുർബാനയ്ക്ക് ഇല്ലായിരുന്നല്ലോ. അതൊരു ജീവിത പ്രശ്നത്തിന് പോയിരിക്കുന്നു. അതെന്നെ കൈക്കാരൻ ഈ ചരക്കെടുത്ത് വിൽക്കണ ആൾ തരകൻ്റെ അടുത്ത് കാശ് മേടിക്കാൻ പോയതാ. കാരണം തരകൻ 8 മണിക്ക് 7 മണിക്ക് വീട്ടിൽ കാണത്തുള്ളൂ. അത് കുർബാനയുടെ സമയമാണ്. അപ്പോൾ കുർബാനയ്ക്ക് പോകണം, കർത്താവിൻ്റെ അടുത്ത് പോകണം, തരകൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കിടന്നുകൊണ്ട് പേറ്റി അവസാനം കർത്താവിനേക്കാൾ വലിയ തരകനുണ്ടായി. തരകൻ്റെ അടുത്ത് പോയി അയാൾ കാശ് മേടിച്ചു, കുർബാന മുടങ്ങി. ആ കാശും അതിൻ്റെ 10 ഇരട്ടി കാശും നഷ്ടപ്പെട്ട് തേച്ച് കഴുകി 2 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നു. നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കുന്നതാണേ. നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കുന്നതാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഇത്രയും വെടിച്ചിട്ടിരിക്കുമ്പോൾ എന്ന് വിശ്വാസി മനസ്സിലാക്കണം. കാര്യം എന്താണ്? അത് ഒന്നാമത് വെച്ചിരിക്കുകയാണ്. കാര്യം എപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് തെറ്റിയിട്ട് മാത്രമേ 2, 3, 4 ഇപ്പം ജോളിയുടെ സൈനൈഡ് കൊലപാതകങ്ങളില്ലേ, അതുവരെ ഈ 1 തെറ്റിയിട്ട് തെറ്റത്തുള്ളൂ. അത് 6 അല്ലേ 5 കൊല്ലരുത്, 6 വ്യഭിചാരം ചെയ്യരുത്. അപ്പം 5ഉം 6ഒക്കെ തെറ്റണത് മുമ്പ് 1 ആദ്യം തെറ്റും. നീ 1 തെറ്റുമ്പോൾ തന്നെ കർത്താവിൻ്റെ സ്ഥാനം വേറെ എന്തെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ സമയത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. കുടുംബത്തിൽ സാത്താൻ്റെ പണി തുടങ്ങി. കർത്താവ് പണി തുടങ്ങത്തില്ല, യവന് നമ്മൾ അവസരം കൊടുത്തു. അവനൊരു അവസരം കൊടുത്തുള്ള അവസ്ഥ എന്താണ്? പിന്നെ കയറിയവന്. കാര്യം അവന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഇപ്പം കർത്താവിൻ്റെ സ്ഥാനം പോയാൽ അവിടെ നിന്ന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിൻ്റെ അനുവാദമില്ലാതെ തന്നെ ആ സീറ്റിൽ അവൻ വരും. അതാണ് ബൈബിൾ പറയണത്. എഫെസ്യസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവനെ വിളിക്കേണ്ട കാര്യമില്ല. ആ പാർട്ടിക്കുള്ള ഗുണമെന്ന് വെച്ചാൽ വന്നു കയറി ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല.
കാര്യം നിങ്ങൾ കർത്താവിൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സീറ്റ് അവൻ കൈകാര്യം ചെയ്യും. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സാത്താൻ്റെ ഒരു പ്രത്യേകത, ദൈവം വിളിച്ചാലേ വരത്തുള്ളൂ, സാത്താൻ വിളിക്കാണ്ട് വരും. അതാണ് എൻ്റെ വിഷയം വരുന്നത്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് വന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, അവനോടൊരു വിരുന്നിനിരിക്കുമെന്ന് വെളിപാട് 3:20 പറയണേ. കർത്താവ് വിളിച്ചാലേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ ദ ഹെവൻ ഈസ് സോ വാല്യുബിൾ. എന്തുകൊണ്ടാണ് ദൈവരാജ്യം ഇത്രയും വിലയുള്ളതായി മാറുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് പെയ്ഡ് സീറ്റ്. അവൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത കൊണ്ടാണ്. അതുകൊണ്ട് വി മസ്റ്റ് പേ. നമുക്ക് കോസ്റ്റ്ലിയാണ്, നമ്മളത് കൊടുക്കണം. സാത്താന് ഒരു മുതമുടക്കുമില്ല, അവൻ വലിഞ്ഞു കയറി നേരെ വന്നിരുന്നോളും. അതുകൊണ്ട് ബൈബിൾ പറയും, എഫേസ്യസ് 4:27, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് അവസരം കൊടുക്കരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ ദൈവത്തിൻ്റെ അവസരങ്ങൾ കൊടുക്കാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അത് മറ്റവൻ്റെ അവസരമായിട്ട് മാറുകയും ക്രമേണ നമുക്ക് വേറെ ചിന്തകൾ വരികയും ചെയ്യും. ഇപ്പോൾ ഒരാളിൽ 6 പേരല്ലേ ഈ ലോകത്ത് എന്തുമാത്രം പുണ്യം ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ജനിപ്പിച്ച സഭയാണിത്. ഈ സഭയെ തന്നെയാണ് ജോളി ജനിച്ചിരിക്കുന്നത്, ഇല്ലേ? ഇപ്പം ഞാൻ സമയത്ത് ഓർക്കുക, മദർ തെരേസ മുതൽ ജോളി വരെ, ഇല്ലേ? 6 പേര് സൈനൈഡ് കില്ലർ. ഞാൻ ഓർത്തത് ഇത്രയും ഈ വിശ്വാസത്തിലൊക്കെ വളർന്നിട്ട് പിന്നെ എന്താ ഈ മനുഷ്യന്മാർ ഇങ്ങനെ തെറ്റിപ്പോണത്? എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത്രയും വചനങ്ങളും ധ്യാനങ്ങളും പള്ളിയൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെയുള്ള സൈനൈഡ് കില്ലേഴ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ചിത്തമരം, ചിത്തബലങ്ങൾ. കർത്താവ് നേരത്തെ പറഞ്ഞതല്ലേ, നല്ല മരത്തിന് ചീത്ത ഫലങ്ങൾ തരാൻ പറ്റത്തില്ല, ചീത്ത മരത്തിന് നല്ല ഫലങ്ങളും തരാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്? ചീത്ത മരത്തിന് അതാണ് മത്തായി 7:18, മോശം മരം മോശം ഫലം തരും.